മുജീബ് റഹ്മാനെ വെടിവെച്ച് കൊല്ലുകയും ആ കുടുംബത്തിനെ വെടിവെച്ച് കൊന്നു. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണ്, പാകിസ്ഥാനേക്കാൾ സപ്പോർട്ടാണ് മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യക്ക്. നമ്മൾ പോയിട്ട് അവൻ്റെ തീവ്രവാദത്തിനെ തകർക്കാൻ പറ്റും. അതിന് നമ്മളെ അവർ പിടിക്കണം. ഇന്ത്യയുടെ ശത്രു ആരാ? ഇന്ത്യക്ക് ശത്രുവില്ല, പാകിസ്ഥാന് ശത്രുവുണ്ട് ഇന്ത്യ. ഇന്ത്യക്ക് ഭയം ചെയ്യുന്നതിന് മോദിക്ക് ശേഷം വന്നിട്ട് അവിടുത്തെ യോഗി ആദിത്യനാഥോ അമിത്ഷാ ഒന്നും പറ്റൂല. അവൻ്റെ ഒരാളുണ്ട് അവൻ്റെ ഇന്ത്യൻ്റെ അനുഭവത്തിനേക്കാളും സുരക്ഷിതമാണ് പാകിസ്ഥാൻ്റെ അനുഭവം. മുജീബ് റഹ്മാനെ വെടിവെച്ച് കൊല്ലുകയും ആ കുടുംബത്തിനെ വെടിവെച്ച് കൊന്നു. ബീഗം ഹസീന അന്ന് ഇവിടെ അല്ല, ലണ്ടനിൽ പഠിക്കുന്നത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അതിനും അവിടെ ഇപ്പോൾ രക്ഷല്ല, ഇന്ത്യയാണ് അഭയം. ഇന്ത്യയിലാണിപ്പോൾ. അപ്പോൾ ഇവരുടെ ഒന്നും ജനാധിപത്യപരമായിട്ട് നല്ല നേതാവായിട്ട് നാട് ഭരിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് മരിച്ചവരേ ഒന്നിൽ ബോംബ് സ്ഫോടനം, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക, അതല്ലെങ്കിൽ ജയിലിൽ കടന്ന് മരിക്കുക. വലിയ വലിയ നേതാക്കന്മാരെ പറയുന്നത് ഞാൻ. അയാളുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗമായി. ആ അമ്മ മരിക്കുമ്പോൾ ഇവൻ കുട്ടിയാണ്, ചിലവിന് കാശില്ല. അമ്മ രോഗം ബാധിച്ച് മരിച്ചു. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഈ കഷ്ടപ്പാട്. ഒരാളും ക്യാൻസർ രോഗം വന്നിട്ട് മരിക്കരുത്, പരമാവധി ജീവിക്കണം പറഞ്ഞാണ് അവൻ ക്യാൻസർ ആശുപത്രി തുടങ്ങിയത്. അതിലേ കൊണ്ടുപോയി പോകുമ്പോട്ടും അതിന് പോകുമ്പോട്ടും അവൻ്റെ ആശുപത്രി. അപ്പം അത്രയും തീവ്രവാദം വളർത്തി തീവ്രവാദത്തിൻ്റെ ഉള്ളം കയ്യിലാണ് ഈ പാകിസ്ഥാൻ. മാറ്റിയെടുക്കാൻ പറ്റില്ല, രക്ഷപ്പെടൂല, രക്ഷപ്പെടാനും പറ്റില്ല. അത്ര വലിയ ക്യാൻസറാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ അങ്ങനെയൊന്നല്ല. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണ്, പാകിസ്ഥാനേക്കാൾ സപ്പോർട്ടാണ് മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യക്ക്. അതെങ്ങനെ സാധിക്കും? അതൊരു കഴിവ്. ഇവിടെ പാകിസ്ഥാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഇവർ അലമുറയിട്ട് പറയുകയാണ്. പറയാൻ പാടില്ല. പറയുമ്പോൾ ഈ ലോകരാജ്യങ്ങൾ ഇത്രയും കെട്ടിപ്പിടിക്കുകയും ഇദ്ദേഹത്തിന് ഇത്രയും ആദരവ് കൊടുക്കുകയും എന്ത് മാജിക്കാണ് ഇതിനകത്ത്? ലോകത്തിലെ വെച്ച് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നാടുണ്ട്, പറയുന്നത് ഇന്ത്യയാണ്. അത് അവർക്കറിയാം അല്ലേ? അത് ഈ വിദേശ ഇവിടെ ഇപ്പം നമ്മളിങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നില്ലേ? ഇത് വന്നിട്ട് സൗദി അറേബ്യ ഇങ്ങനെ നല്ല പറയാൻ പറ്റുമോ? അതിന് നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ പോയി പറയണം. ഇപ്പം നമ്മൾ ഓപ്പണായിട്ട് പറയുന്നു, കാര്യങ്ങൾ നടക്കണം. ഇത്രയും സ്വാതന്ത്ര്യമുള്ള നാട് ഏതാണ്? ലോകത്തിലെ വെച്ച് സ്വാതന്ത്ര്യമുള്ള നാട് ഇന്ത്യ, ഇന്ത്യയിലെ വെച്ച് സ്വാതന്ത്ര്യമുള്ള നാട് കേരളം. നമ്മുടെ വലിയ സമ്പത്താണ് അന്ന് പൈസയായിട്ട് തന്നെ കൊണ്ടു കൊടുത്തത് അവർക്ക്. അപ്പം അങ്ങനെയൊക്കെ സഹായിച്ചു കഴിഞ്ഞിട്ടും ഇന്ത്യയോട് ഇത്ര വലിയ ദേഷ്യവും വിദ്വേഷവും പാകിസ്ഥാൻ വെച്ചു പുലർത്താനുള്ള കാരണം കാശ്മീരാണ്. ഒന്ന് ബംഗ്ലാദേശിന് പിരിച്ചു കൊടുത്തു, ഇന്ദിരാഗാന്ധിയുടെ ചെയ്തത്. പക്ഷെ അത് നമുക്ക് നടിയായി പോയില്ലേ? അവർ തന്നെ പിന്നെ നമുക്ക് ശത്രുവായില്ലേ? അപ്പം ശത്രു ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പാകിസ്ഥാൻ പട്ടാളത്തിന് തുരത്തിയത് ഇന്ദിരാഗാന്ധിയാണ് ആ സ്വാതന്ത്ര്യം മേടിച്ച് കൊടുത്തത്, അതിനെ രാഷ്ട്രമാക്കി മാറ്റിയത്. ആ ഒരു ദേഷ്യം നല്ലോണമുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ എങ്ങനെയെങ്കിലും കാശ്മീരിന് ഇന്ത്യ നടത്തണം. മോദിയുടെ ഭരണം കൊണ്ടാണോ അത് കുറച്ചുകൂടെ ബലമായി നമ്മൾക്ക് പിടിച്ചു വെക്കാൻ പറ്റിയത്? പിടിച്ചു വെക്കാൻ തീർച്ചയായിട്ടും. അവിടുത്തെ തീവ്രവാദവും ആ കാര്യാലയങ്ങളിൽ നിന്നൊക്കെ നശിപ്പിച്ചില്ലേ. മനുഷ്യന്റെ മനസ്സിൽ ഒരു നന്മയുടെ വിത്ത് വിതയ്ക്കാൻ മോദിക്ക് കഴിഞ്ഞോ? കാരണം നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചടക്കി ധാക്കയിൽ കൊണ്ടുവന്ന് കൊടിനാട്ടി. കൊടിനാട്ടി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അലക്സാണ്ടർ പുസ്തകത്തിലുള്ളതാണ്. ഫോൺ കോൾ വരുമ്പോൾ ഇന്ദിരാഗാന്ധി പെട്ടെന്ന് അവിടെ നിന്ന് പിന്മാറിക്കോളാൻ ഇന്ത്യക്ക് ഓർഡർ കൊടുക്കണം. എന്താണ് ആ ഫോൺ കോൾ? ആരാണ് ആ ഫോൺ ചെയ്തത്? ഫോൺ ചെയ്തത് ലോകത്തിൻ്റെ വലിയ നേതാക്കന്മാരാകാം, വിദേശ രാജ്യത്തിൻ്റെ നേതാക്കന്മാരാകാം. മാറിക്കാൾ അവിടുന്ന് വേണ്ട. അപ്പോൾ ആ വാക്ക് കേൾക്കാൻ ബാധ്യത വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അമേരിക്ക ആകാം, ചിലപ്പോൾ റഷ്യ ആകാം. മേൽക്കൊണ്ടത് നമുക്കൊരു ദോഷം ചെയ്യണ്ട, ആ കൊടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് വന്ന ആളാണ്. 10 കിലോമീറ്ററോളം ഉള്ളിൽ പോയിരിക്കുന്നു പാകിസ്ഥാൻ്റെ അന്ന്. ആ 10 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് ആ കൊടി നാട്ടുന്നത്. പിന്നെ പറഞ്ഞു വേണ്ട. അപ്പോഴും നമ്മൾ വേണ്ട പറഞ്ഞ് വന്നു. അവരിപ്പോഴും ആസാദ് കാശ്മീർ ആ യുദ്ധത്തിൽ ഇന്ത്യ റിട്ടേൺ വരികയാണ്. ജയിച്ചിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് മുടുക്കി പിടിച്ച സ്ഥലമാണ് ആ ആസാദ് കാശ്മീർ. അതിനെ ചൈനയ്ക്ക് കുറച്ച് വിൽക്കുകയാണ്. ചൈനൻ്റെ
സാധനങ്ങൾ ഉണ്ടാക്കാനും പിടിക്കാനും ഇന്ത്യനെ കൂടുതൽ ആക്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ആസാദ് കാശ്മീർ. ആസാദ് കാശ്മീരെ അമേരിക്ക കൊടുത്തു കഴിഞ്ഞു. അതെന്തിനാണ് നമുക്ക് പിടിച്ചപ്പോൾ അത് മാത്രമെങ്കിലും പിടിച്ചെടുക്കാമായിരുന്നില്ലേ? ആ പ്രശ്നം തീരുമാനമല്ലോ. ഇന്ത്യ അവർ കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരെങ്കിലും പിടിച്ചെടുക്കാമായിരുന്നില്ലേ? തുലഞ്ഞുകൊണ്ട് പോട്ടെ, ഏതായാലും ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു നാടിനെ പിരിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അവർ നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നാലെ വന്നിട്ടാണ് ആ നാട് പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് യുദ്ധത്തിൽ അറ്റാക്ക് ചെയ്തിട്ട് പിടിച്ചതല്ല. കഴിഞ്ഞ് സാമഗ്രികളായിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് മുടുക്കി പിടിച്ചതാണ് ഈ ആസാദ് കാശ്മീർ. പാകിസ്ഥാൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഇന്ത്യയിൽ സഹായം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് റാഫി ഗാനഗന്ധർവ ഗായകൻ കറാച്ചിക്കാരനാണ്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിഭജന കാലത്ത് ഇന്ത്യയിൽ വന്നാണ്. അയാളുടെ പാട്ടും അയാളുടെ സ്വരവും ഇന്നും ഒരു ഹിന്ദി ഗായകന്മാർക്ക് പാടാൻ പറ്റിയിട്ടില്ല. ഇന്ത്യ ചൈന യുദ്ധത്തിന് വേണ്ടിയിട്ട് ലാറിയിൽ തബലി ഹാർമോണിസ്റ്റൊക്കെ വെച്ചെങ്ങാണ്ട് പാട്ട് പാടിയിട്ട് പണം സ്വരൂപിച്ചിട്ട് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഇനി എഴുന്നേറ്റത്തിനുള്ള എന്തെങ്കിലും മാർഗം? എഴുന്നേറ്റത്തിനുള്ള മാർഗം അവർക്ക് ഇപ്പോഴും ഉണ്ട്. തോൽവി വിജയത്തിൻ്റെ കാൽവെപ്പാണ് കുറച്ച് അവർ രംഗത്തിറങ്ങണം. ഇന്ത്യനോട് യാതൊരുവിധ ശത്രുത മനോഭാവം കാട്ടുക. നമ്മൾ പോയിട്ട് അവൻ്റെ തീവ്രവാദത്തിനത് തകർക്കാൻ പറ്റും. അതിന് നമ്മളെ അവർ പിടിക്കണം. തീവ്രവാദം ഇല്ലാണ്ടാക്കി തരണേന്നും പറഞ്ഞ് അവർ നമ്മളുടെ അടുത്ത് തൊഴുകണം. നമ്മൾ ആ തീവ്രവാദം ഇല്ലാണ്ടാക്കുകയും ചെയ്യും. പാകിസ്ഥാനെ നല്ല നിലയ്ക്ക് കൊണ്ടുവരാനും പറ്റും. ഞാൻ പറഞ്ഞ മാതിരിയുള്ള നിലയിൽ പാകിസ്ഥാൻ എത്തും. അവരെ രക്ഷിക്കാൻ കഴിവ് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. ചൈനയൊക്കെ എല്ലാം പൈസയ്ക്ക് വിൽക്കുന്നവർ. അങ്ങനെ വിറ്റിട്ടാണ് ഈ ശ്രീലങ്ക ഈ കോലമായത്. എല്ലാം ചൈനയ്ക്ക് വിറ്റു. ഇന്നവിടെ ഒരു പാക്കറ്റ് പാല് 200 റുപ്യാണ്. നമ്മളുള്ളവർ ലോട്ടറി വിൽക്കണവന് എങ്ങനെ ഒരു പാക്കറ്റ് പാല് വാങ്ങും? ഇത് വിറ്റത് 25 ടിക്കറ്റാണ്. ഒരു ടിക്കറ്റിന് 6 റുപ്യ കിട്ടുള്ളൂ. 25 ടിക്കറ്റിന് എത്ര വിൽക്കാൻ പോകും? 200 കൊടുത്ത് പാല് വാങ്ങാൻ പറ്റുമോ? അത് നമ്മുടെ ഇന്ത്യയിലായതും കേരളത്തിലും ആയതുകൊണ്ട് നമുക്ക് 20 റുപ്യക്ക് പാല് വാങ്ങാം. നമ്മളെക്കാട്ടി കൂടുതൽ അധ്വാനികളാണ് പാകിസ്ഥാൻകാർ. അവർക്ക് നല്ല വിഭവങ്ങളുണ്ട്, ആരോഗ്യം കൂടുതലാണ്, ലോകത്തിലെ വെച്ച് ഹൈറ്റ് കൂടുതൽ. കൃഷിക്കാരാണ്. ഈ വിഭവങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ സുലഭമായി വിറ്റ് അവർക്ക് ധാരാളം പണം കൊണ്ടുപോകുമായിരുന്നു. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഒരു ചാക്ക് സിമെൻറ്റ് ഏറ്റുള്ളൂ. അവർ തലയിൽ സിമെൻറ്റ് ഏറ്റൂല. കൈ കൊണ്ടൊരു ചാക്ക് തോളും, ഈ കൈ കൊണ്ടൊരു ചാക്ക് തോളും. ഈ 2 ചാക്ക് 2 തോളിലിട്ടിട്ടാണ് 4 നില 5 നില കെട്ടിടത്തേക്ക് കയറിപ്പോണത്. ഇന്ത്യക്കാരൻ അരമണിക്കൂറിൽ 5 ചാക്ക് കയറ്റൂല. പാകിസ്ഥാൻകാരൻ അരമണിക്കൂറിനുള്ളിൽ 25 ചാക്ക് കയറ്റും. ഇത്രയും കായികക്ഷമതയുണ്ടായിട്ട്, ഇത്രയും നല്ല ഭൂമി ഉണ്ടായിട്ട്, നല്ല അഴകുള്ള ഭൂമിയാണ്. അഴകുള്ള ഭൂമി, പൊന്നു വിളയുന്ന. ഇനി പൊന്നു വിളയൊക്കെ കരിമണ്ണായി മാറി. ഹിരോഷിമയിൽ ഒന്നും വെക്കാൻ പറ്റാണ്ട് നാഗാസാക്കിയിൽ ഹിരോഷിമയിലും ഇന്നും അവരിനോട് ബന്ധം വരത്തുന്നില്ല, പെണ്ണ് കൊടുക്കുന്നില്ല, ബന്ധം വരുത്താൻ പറ്റുന്നില്ല. അവരുടെ അടുത്ത് പെണ്ണെടുക്കുന്നില്ല, പെണ്ണ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഭയാനമായ ബോംബ മണ്ണിൽ വീണത് കൊണ്ടല്ല, അതിട്ടതേ അമേരിക്കയാണ്. ഇന്ത്യയുടെ ശത്രു ആരാ? ഇന്ത്യക്ക് ശത്രുവില്ല, പാകിസ്ഥാന് ശത്രുവുണ്ട് ഇന്ത്യ. ഇന്ത്യക്ക് ഭയം ചൈനയാണ്. ഭയപ്പെടുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ അരുണാചലിനെ അവർ പിടിച്ചെടുക്കാൻ നോക്കുക. അരുണാചലിന് വന്നിട്ട് സ്വാതന്ത്ര്യം മേടിച്ചിട്ട് അരുണാചലിൻ്റെ ഈ ചൈനൻ്റെ ചട്ടക്കൂട്ടിൽ ഇടാൻ നോക്കുകയാണ് ഇപ്പോൾ അവർ. നല്ലോണം സഹായിച്ചിട്ട് ഈ അരുണാചൽ ഏറെക്കുറെ അവരിന് സഹായങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ കുറേ ക്യാൻസർ നമുക്ക് കുറയ്ക്കാൻ പറ്റി മോദി വന്നപ്പോൾ. കുറേയൊന്നുമില്ല, നല്ലോണം കുറയ്ക്കാൻ പറ്റി. എന്ത് കുറേ? പക്ഷേ ഇതിന് ഇന്ത്യയുടെ ഈ സ്ഥിതി നിലനിർത്തണമെങ്കിൽ കരുത്തനായ ഒരു നേതാവ് വേണം. ഏതെങ്കിലും പിള്ളേരുടെ കയ്യിലേക്ക് ഇത് എടുത്തു കൊടുക്കാൻ പാടില്ല. ഇന്ത്യക്ക് ശേഷം മോദിക്ക് ശേഷം വന്നിട്ട് അവിടുത്തെ യോഗി ആദിത്യനാഥോ അമിത്ഷാ ഒന്നും പറ്റൂല. അവൻ്റെ ഒരാളുണ്ട് അവൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അടിപൊളി മുതലാണ്. മോദിക്ക് ശേഷം അയാൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അയാളെ ഉള്ളൂ. അയാൾ ഇങ്ങനെ എല്ലാവരിനോടും ഒരു സഹകരണമുള്ള ഒരു നല്ല മനുഷ്യനാണ് രാജ്നാഥ് സിംഗ്, ഇന്ത്യൻ്റെ പ്രതിരോധ മന്ത്രി. അരുണാചലിനെ പിന്നെ കൈവശം വെച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ അത് വെച്ചിട്ട് ഇന്ത്യനെ അവർ കയറിയും കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ കുറച്ചൊക്കെ വിജയിക്കും. എന്നാലും പ്രതിരോധ ശക്തി നല്ലോണം ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാനൊന്നും വരാൻ പറ്റില്ല. ഒരടി വെക്കൂല. പാകിസ്ഥാന്റെ ഇല്ല, അത് സുരക്ഷിതമാണ്, അത് കൊണ്ടുപോവില്ല. ഇല്ല ഇന്ത്യനെക്കാളും ഇന്ത്യൻ്റെ അണുബോംബിനേക്കാളും സുരക്ഷിതമാണ്
പാകിസ്ഥാനാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സംഭവിക്കും. തീവ്രവാദം ഇപ്പം പാകിസ്ഥാൻ സറണ്ടർ ചെയ്യണം, ഇന്ത്യയുടെ മുന്നിൽ സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്തേ പറ്റൂ. പക്ഷേ ഇത് വിട്ടു കൊടുക്കുന്നില്ലേ? പക്ഷേ ഇപ്പം മോദി ഇരിക്കുന്ന സമയത്ത് സറണ്ടർ ചെയ്താൽ അവർക്ക് വൻ ഗുണങ്ങളോ അല്ലേ? പിന്നെ എന്മാതിരിയുള്ള ഗുണങ്ങളായിരിക്കും. അടിച്ചൊതുക്കി തീവ്രവാദം അടിച്ചൊതുക്കാനും പറ്റും. ജനാധിപത്യ രാജ്യമാക്കി കൊടുക്കുക. ഇന്ത്യക്ക് അടിച്ചൊതുക്കാനും പറ്റും. നല്ല സ്വഭാവം കൈ പിടിച്ച് ഉയർത്താനും പറ്റും. അതിനവർ തയ്യാറാകണം. ജനങ്ങളെ അവര് കൺവിൻസ് ചെയ്യണം. അവിടുത്തെ നമുക്കിനി ആവശ്യം സമാധാനമാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. തീവ്രവാദത്തിന് അങ്ങനെ അപ്രചിതമാകണം, ഉണ്ടാകാനേ വല്ല. ഇപ്പോൾ തീവ്രവാദികളെ അവനെ അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് തീവ്രവാദികളുടെ ശല്യം സഹിക്കാൻ വയ്യ. ആ ബലൂചിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ വരുമാനം ബലൂചിസ്ഥാനിലാണ്. അതിലാണ് എണ്ണ കൂടുതൽ. ആ നാട്ടുകാർക്ക് അതിൻ്റെ വരുമാനമില്ല, പാകിസ്ഥാൻ ഗവൺമെൻറ്റിനാണ് ഇവിടെ മറ്റുള്ള കാര്യത്തിന് ചെലവഴിക്കുന്നത്. ആ ഈ നാട് വേണമ്പോൾ തന്നെ അവർ നിൽക്കണം, തിരിച്ചു തരണം. ഇപ്പം ബലൂചിസ്ഥാനെ ഇന്ത്യ സഹായിക്കുന്നുണ്ട്. സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കടന്ന് സഹായമൊന്നുമില്ല. എന്നാലൊരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെയാണ് നീതികേട് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും. ഒരുത്തൻ നീതികേട് കാണിക്കുന്നു, ഒരുത്തൻ നല്ല അഭിപ്രായം പറയുമ്പോൾ മോദി എവിടെ നിൽക്കും? നല്ല അഭിപ്രായം പറയുന്നവൻ്റെ കൂടെ നിൽക്കുള്ളൂ, നീതി കാണിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുമോ? അത് നമ്മളുടെ എല്ലാ പെരുമാറ്റവും നമ്മുടെ സംസാരത്തിലാണ്. മക്കളുടെ അടുത്ത് ഇറക്കം. മക്കൾ എന്നെ മോശമായി പറയുന്നു, നിങ്ങൾ നല്ല അഭിപ്രായം പറയുമ്പോൾ ഞാൻ മക്കളുടെ ഭാഗത്ത് നിൽക്കുമോ? പറയാം, മകനല്ലേ, മകനെ മോശമായി പറഞ്ഞു ഞാൻ മകൻ്റെ ഭാഗത്ത് നിൽക്കില്ല. എന്തിനാണ് അച്ഛനെ നീ മോശമായി പറയോടാ എൻ്റെ അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഏത് ഭാഗത്ത് നിൽക്കും?